ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധമുഖത്ത് നാടകീയമായ നീക്കങ്ങൾ. ഒരു വശത്ത് സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം, മറുവശത്ത് ടെൽ-അവീവിനെ നടത്തിയ മിസൈൽ ആക്രമണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ട്രംപിന്റെ വാക്കുകൾ വെറും വ്യാജ വാർത്തയാണോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാനുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇറാൻ ഒരു വലിയ കരാറിന് തയ്യാറാണെന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 5 ദിവസത്തേക്ക് താൻ നിർത്തിവെച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തി. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്നും ട്രംപിന്റെ പ്രസ്താവനകൾ വെറും ഫേക്ക് ന്യൂസ് ആണെന്നുമാണ് ഇറാന്റെ നിലപാട്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും സൈനിക നീക്കങ്ങൾ നടത്താൻ സമയം കണ്ടെത്താനുള്ള ഒരു തന്ത്രം മാത്രമാണിതെന്നും ഇറാൻ ആരോപിക്കുന്നു. ഇറാന്റെ വാക്കുകൾക്ക് പിന്നാലെ പ്രവൃത്തിയും എത്തി. ട്രംപിന്റെ പ്രസ്താവന വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ ഹൃദയഭാഗമായ ടെൽ-അവീവിന് നേരെ ഇറാന്റെ മിസൈൽ വർഷമുണ്ടായി. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. യുദ്ധം അവസാനിക്കുന്നതിനേക്കാൾ കൂടുതൽ രൂക്ഷമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം മുതൽ ഇറാന്റെ ആണവ പദ്ധതികൾ വരെ നീളുന്ന തർക്കങ്ങളിൽ ഒരു പരിഹാരം ഉടനുണ്ടാകുമോ? അതോ ഇതൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണോ? വരും ദിവസങ്ങൾ ലോകത്തിന് നിർണായകമാണ്.